ബംഗാളിലെ ബരാസത്തിലെ 2 നഴ്സുമാർക്ക് നിപ്പ ബാധിച്ചതായി ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. രണ്ടുപേരുടെയും നില ഗുരുതരമാണ്. ഇവരോടൊപ്പം ജോലി നോക്കിയിരുന്ന മറ്റൊരു ജീവനക്കാരൻ നിരീക്ഷണത്തിലാണ്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നു. ബസന്ത്, എപ്പോഴാണ് ഈ നിപ്പ ബാധയെപ്പറ്റി വിവരം പുറത്തേക്ക് വരുന്നത്? ഇവരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ മറ്റെന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പശ്ചിമ ബംഗാളിലെ ബരാസാത്തിലെയാണ് 2 നഴ്സുമാർക്ക് ഇപ്പോൾ നിപ ബാധിച്ചതായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത്. പൂനെയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇക്കാര്യം സ്ഥിരീകരിച്ച് ഇത് ഗവൺമെൻറ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഒരു നഴ്സ് കോമയിലാണ് എന്നുള്ള വിവരമാണ് വരുന്നത്. ഇവരോടൊപ്പം ജോലി ചെയ്തിരുന്ന മറ്റൊരു ആശുപത്രി ജീവനക്കാരനും ഇപ്പോൾ നിരീക്ഷണത്തിനാണ്. അതോടൊപ്പം തന്നെ 120 പേരുടെ സമ്പർക്ക പട്ടികയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് ഇവർ അടുത്തിടെ ഇവരുടെ നാടുകളിൽ പോയിരുന്നു. അതായത് മിഡ്നാപൂരിലും മറ്റുമുള്ള ഇവരുടെ നാടുകളിലേക്ക് പോയിരുന്നു. ഇവിടെ വെച്ച് മറ്റാരെങ്കിലുമായി സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല ഈ മേഖലകളിലൊക്കെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ വളരെയധികം ഉള്ള ഒരു സ്ഥലമാണ് എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായിട്ടും കേരളമടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങിയെത്തുന്നവരിൽ നിന്നാണോ ഇത് വന്നത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അത്തരത്തിലൊരു സംശയത്തിൽ ഒരു പരിശോധന ഇപ്പോൾ ആ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. 120 പേരുണ്ട്. അതിൽ 38 പേർ ഡോക്ടർമാരാണ്, ആംബുലൻസ് ഡ്രൈവർമാരുണ്ട്, നഴ്സുമാരുണ്ട്, മറ്റ് ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ഒക്കെ തന്നെ ഈ സമ്പർക്ക പട്ടികയിലുണ്ട്. കൂടുതൽ പേരെ കൂടി നിരീക്ഷണത്തിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. 2 നഴ്സുമാരുടെ നില അതീവ ഗുരുതരമായി തുടരുമ്പോഴും ഈ സമ്പർക്ക പട്ടിക വിപുലീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നാട്ടുകാരെ ഉൾപ്പെടെ ചേർക്കുന്നൊരു സാഹചര്യമാണെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ജോലി ചെയ്ത് മടങ്ങി വരുന്ന മൈഗ്രന്റ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. ശരി ബസന്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്. നിപ ബാധയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പി ബസന്ത് പങ്കുവച്ചത്.